ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾ സീസണായി പൂക്കൾ ഉണ്ടാകുന്നതും എന്നാൽ കുറഞ്ഞ പരിചരണത്തിൽ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു പ്ലാന്റാണ് ഹൈബ്രിഡ് ചെമ്പരത്തി പ്ലാന്റ്സുകൾ. എല്ലാവർക്കും പൂന്തോട്ടത്തിൽ വളർത്താൻ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഈ ചെമ്പരത്തി പ്ലാന്റ്. ഈ പ്ലാന്റ് ഒന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ വളമോ പരിചരണമോ ഒന്നുമില്ലാതെ തന്നെ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളുണ്ടാവുന്നു. കുറച്ച് പരിചരണം കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ എന്നും പൂക്കാലമായിരിക്കും. ചെമ്പരത്തി പ്ലാന്റ്സിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പരിചരണ രീതി എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൂണിങ് തന്നെയാണ്. ഒരു ഫ്ലവറിങ് കഴിയുമ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് അത് കോല് പോലെ നീണ്ടു പോവാതെ നല്ല ബുഷിയായി നിന്നുകൊണ്ട് പൂക്കളുണ്ടാകുകയുള്ളൂ. മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ നമ്മൾ അടിവളമായി DAP കൊടുക്കുക കൂടി ചെയ്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പൂക്കളാണ് ഈ ചെമ്പരത്തിയിൽ ഉണ്ടാവുന്നത്. ഇതിന് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ വണ്ടുകൾ അതുപോലെ പുൽച്ചാടി പോലുള്ള കീടങ്ങളൊക്കെ ഇതിൻ്റെ ഇലകൾ തിന്ന് ഇങ്ങനെ കുത്തുകുത്തായിട്ട് കാണാം. ഇലകൾ തിന്ന് നശിപ്പിക്കുന്നതാണ്. അതിന് നമുക്ക് പ്രതിവിധിയായിട്ട് പുകയില കഷായം തളിച്ചു കൊടുക്കാം. കൂടാതെ നമുക്ക് വളക്കടകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന പെസ്റ്റിസൈഡ് വാങ്ങിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 5 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം അളവിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ നമ്മൾ നോർമലി എല്ലാ പ്ലാന്റ്സിനും ചെയ്യുന്ന പോലെ തന്നെ NPKയും കാൽഷ്യം നൈട്രേറ്റും ഒക്കെ മാസത്തിൽ ഒരു തവണ ബാക്കി പ്ലാന്റ്സിന് കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ചെമ്പരത്തി പ്ലാന്റ്സിനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിറഞ്ഞ പൂക്കളായിരിക്കും. നല്ല ഡയറക്റ്റ് സൺലൈറ്റിലാണ് ചെമ്പരത്തി പ്ലാന്റ്സുകളെ നമ്മൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല ഇതിന് പോട്ടിലോ നിലത്തോ ഒക്കെ നിങ്ങൾക്ക് വളർത്താനായിട്ട് സാധിക്കും. പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു 10 ഇഞ്ച് അതിന് മുകളിലേക്കുള്ള പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു തവണ മാത്രം ഇതിന് റീപോർട്ട് ചെയ്താൽ മതിയാകും. ഇതിൻ്റെ വേര് തിങ്ങിയിട്ട് വളമൊക്കെ കുറഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് കുറച്ച് വലിയ പോട്ട് തിരഞ്ഞെടുക്കാനായിട്ട് പറയുന്നത്. തൽക്കാലം നമുക്ക് പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആവുന്ന വരെ ചെറിയ പോട്ടിൽ നട്ടുവെക്കാം. അതിനുശേഷം വലിയ പോട്ടിലേക്ക് മാറ്റിയാലും മതിയാകും. ഇനി നിങ്ങൾ നിലത്താണ് പ്ലാന്റിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുഴി എടുത്ത ശേഷം അതിലേക്ക് ചാണകപ്പൊടിയും അല്പം കരിയില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കരിയിലയും പൊടിച്ച് ചേർത്തതിന് ശേഷം അതിൽ പ്ലാന്റിനെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്ലാന്റ് കിട്ടി ഒരു 2 ആഴ്ചയോളം ചെറിയൊരു ഷെയ്ഡ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. എല്ലാം തന്നെ പൂക്കളോ മൊട്ടോ ഉള്ള പ്ലാന്റ്സുകളല്ല. ലീഫ് ഡിഫറൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ പ്ലാന്റ്സും സെലക്ട് ചെയ്യുന്നത്. കളേഴ്സ് കൺഫേം അല്ല. ഇതുപോലെ പ്ലാന്റ്സുകളുടെ ലീഫുകൾ തമ്മിൽ ഡിഫറെൻ്റ് ഉണ്ട്. ആ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് എടുക്കുന്നത്. 5 പ്ലാന്റ്സുകളാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 പ്ലാന്റിന് 299 രൂപയാണ്. കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. വിളിക്കുന്നതിന് പകരം എല്ലാവരും മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കൂ.